വേണു സസ്പെൻഡ് ചെയ്തു എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അത് വിശ്വസിക്കാത്ത ഒരു CPM പ്രതിനിധിയാണെന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു സസ്പെൻഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുപോലും കൃത്യമായ ഉത്തരം നൽകാൻ എന്തുകൊണ്ട് CPMന് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ സസ്പെൻഷൻ അവരെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർ വിചാരിച്ചില്ല സസ്പെൻഡ് ചെയ്യുന്നത്. അവർ വിചാരിച്ചത് ഇത് അന്വേഷണ കമ്മീഷനെ വെച്ച് നീട്ടിക്കൊണ്ടു പോകുമെന്നാണ്. എന്നിട്ട് ഇപ്പോൾ അവർ ഭരണഘടനയൊക്കെ വ്യാഖ്യാനിക്കുക കോൺഗ്രസിൻ്റെ. നോക്കൂ വേണു, KPCC പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത്, രേഖയാണ്. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത്, രേഖയാണ്. അത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ല CPMന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സജി ചെറിയാൻ എന്നൊരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞു ഈ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം തന്ത്രപൂർവ്വം KPCC പ്രസിഡന്റ് ഇല്ലാതാക്കി. നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം KPCC പ്രസിഡന്റ് ഇല്ലാതാക്കി. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. സജി ചെറിയാൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം രാജിവെക്കേണ്ടതാണ്, പക്ഷേ ഞാൻ പറയുന്നില്ല. ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പറയുന്നത് ഇദ്ദേഹം രാജിവെക്കണം. പാർട്ടിക്കപ്പോൾ ഒരു കൃത്യമായ നിലപാട് ഇല്ല. ഇനി ഈ സസ്പെൻഷൻ എടുത്ത നടപടി, ഈ സസ്പെൻഷൻ എന്ന നടപടി എന്തുകൊണ്ടുണ്ടായി? ഒരു പൊതു സമൂഹത്തിന് മുന്നിൽ കോൺഗ്രസ് MLA തെറ്റുകാരനാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിൻ്റെ ശരിതെറ്റുകൾ നിർണ്ണയിക്കേണ്ട സംവിധാനം പൊതുസമൂഹത്തിലുള്ളത് കോടതിയാണ്. കോടതിയിൽ പോകട്ടെ, അത് വേറെ വിഷയം. നിയമത്തിൻ്റെ വഴി എന്ന് പറയുന്ന പോലെ തന്നെ 3 കാര്യങ്ങളാണിതിൽ. 1 സംഘടനാപരമായ കാര്യം, 2 രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ കാര്യം, 3 നീതിന്യായ വ്യവസ്ഥ. കോൺഗ്രസിൻ്റെ MLA പാർട്ടിയിൽ നിന്നും ഒരാളെ സസ്പെൻഡ് ചെയ്താൽ ആ സസ്പെൻഷന് ശേഷം നോട്ടീസ് കൊടുക്കണം. ഇത് കൃത്യമായി പറഞ്ഞാൽ നോട്ടീസ് കൊടുത്തിട്ടേ സസ്പെൻഡ് ചെയ്യാവൂ. പക്ഷേ നോട്ടീസ് കൊടുക്കാതെ പൊതുജനങ്ങളുടെ വികാരം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. ഇനി ഈ സസ്പെൻഷന് ശേഷം അതിനറിയിപ്പ് കിട്ടിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാം, 3 ആഴ്ചയ്ക്കുള്ളിൽ അപ്പീൽ കൊടുക്കാം. അതിനുശേഷം തൃപ്തികരമല്ലാത്ത മറുപടിയാണെങ്കിൽ അദ്ദേഹത്തിനെ MLA സ്ഥാനത്ത് നിന്ന് പാർട്ടിക്ക് നീക്കാം. ഇവർ പറയുന്നത് ഒരു അന്വേഷണം ഈ പാർട്ടി നടത്തുന്നില്ല. അല്ലല്ല, ഞാൻ പറയാം. അന്വേഷണം നടത്താത്ത പൊതുജനമധ്യത്തിൽ ഒരാൾ അപകീർത്തിപ്പെട്ടാൽ അയാൾ കോൺഗ്രസിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നൊരു വ്യാപകമായ പ്രചരണം പ്രഥമദൃഷ്ട്യാ തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അതായത് പ്രഥമദൃഷ്ട്യാ തോന്നി, മറ്റുള്ളവർക്ക് പിന്നെ വരുന്നതേ ഉള്ളൂ, സസ്പെൻഡ് ചെയ്തു. ഇനി ഇദ്ദേഹം MLA ആയിട്ട് തുടരുന്നു. പാർലമെൻ്ററി പാർട്ടി നിയമസഭാ കക്ഷിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് MLA അല്ല. അപ്പോൾ കോൺഗ്രസ് MLA അല്ല, കോൺഗ്രസ് നേതാവുമല്ല, കോൺഗ്രസ്സുകാരനുമല്ല. ഇനി അദ്ദേഹം തീരുമാനിക്കണം എന്ത്, ഞാൻ രാജിവെക്കണോ, MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടെന്നുള്ളത്. അത് ഒരു കാര്യം. ഇവിടെ CPM നേതാക്കൾ പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത്. P സതീദേവി, അതുപോലെ PK ശ്രീമതി, KK ശൈലജ എന്നീ 3 വനിതാ നേതാക്കളുടെ കാര്യം ആദ്യം പറയാം. സതീദേവി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ്. അവർ പറഞ്ഞത് കോടതിയിൽ നിയമപരമായിട്ട് കോടതിയിൽ ഒരു വിഷയമുണ്ടെങ്കിൽ അവിടെ തീരുമാനിക്കപ്പെടട്ടെ, ഇത് പാർട്ടിയുടെ നയമാണ്. ഇത് തന്നെയാണ് എല്ലാ നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. ശൈലജ ടീച്ചറോട് ഇന്നൊരു മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു, ഇതും നമ്മളെ മുകേഷുമായി ബന്ധപ്പെടുത്തി. ടീച്ചർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അത് ഇന്നുണ്ടായതാണ്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്താണ്? സസ്പെൻഡ് ചെയ്ത നടപടി ചർച്ചയാകാൻ പാടില്ല എന്ന്. എങ്ങനെ? നേരായ വഴിക്ക് ചർച്ചയാകാൻ പാടില്ല. നേരായ വഴിക്ക് ചർച്ചയായാൽ കോൺഗ്രസ് നടപടിയെ പ്രശംസിക്കപ്പെടും. അപ്പോൾ പ്രശംസിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരിങ്ങനെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചത്, സസ്പെൻഡ് ചെയ്ത നടപടി ശരിയോ തെറ്റോ? ശരിയെന്ന് പറയാൻ ഇവർക്ക് വയ്യ, തെറ്റെന്ന് പറയാനും വയ്യ. എന്താ ശരിയെന്ന് പറയാൻ എന്താ വയ്യാത്തെ? തെറ്റെന്ന് പോട്ടെ, എന്താ ശരിയാണെന്ന് പറയാൻ വയ്യാത്തെ? സസ്പെൻഡ് ചെയ്തു, പക്ഷെ ശരിയെന്ന് പറയാൻ ധൈര്യമില്ല. പക്ഷേ ശ്രീകുമാർ, അതുപോലെ തന്നെ ഒരു കാര്യം ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി, ധൈര്യമില്ല എന്ന്.